ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല. തുടർ ഭരണം വേണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്താം. നവകേരള സർവേ അങ്ങനെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത് പൂട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് PRDയുടെ ഫണ്ടിൽ നിന്ന് 20 കോടിയോളം രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത്. ഏകദേശം അത്രയും തന്നെ പണം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയ്ക്കും 5 ലക്ഷം രൂപ വീതം എന്ന കണക്കിൽ ഏകദേശം ഒരു 70 ലക്ഷം രൂപയുടെ ചെലവുകളാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ചെലവാക്കി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സർവേ നിർത്തലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ചിലവ് എന്ന് പറയുന്നത്, ഈ പണം എന്ന് പറയുന്നത് നഷ്ടമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന്, അതായത് ജനത്തിന്റെ പണത്തിൽ നിന്ന് സ്വന്തം PR വർക്ക് നടത്താൻ ശ്രമിച്ച പാർട്ടിക്ക് അടി കിട്ടിയ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഇവർ ശ്രമിക്കുന്നതെന്നറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ശബ്ദരേഖയിൽ മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അവർ പറയുന്നു, പക്ഷേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തുടർ ഭരണം വേണം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, തുടർ ഭരണം നമുക്ക് ആവശ്യമാണ്, അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. എത്രത്തോളം ഇത് സാധ്യമാകും ഇനി പോകുന്ന ദിവസങ്ങളിൽ? ഇപ്പൊ നമ്മൾ കേട്ട ശബ്ദരേഖയെ കുറിച്ചാണ് മേഘ പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ ശബ്ദരേഖയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് ആ മീറ്റിംഗിൽ പങ്കെടുത്തവർ ആരോ റെക്കോർഡ് ചെയ്തതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആവശ്യം ഭരണത്തിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഭരണത്തിലേക്ക് തിരികെ വരണം എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം സമൂഹം ചോദിക്കുന്നുണ്ട്. അതെ, അതിന് അദ്ദേഹം തരുന്ന മറുപടി എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് അവർക്ക് തുടർഭരണം ലഭിച്ചിട്ടില്ല എങ്കിൽ, UDF അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ചു പോകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം എന്ത് വികസനമാണ് ചെയ്തത് എന്ന ചോദ്യം തിരിച്ചുന്നയിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരം മുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും വികസനം ഉണ്ടായത് ഊരാളുങ്കലിനാണ്, അല്ലാതെ ഇവിടെ കേരളത്തിൽ ആർക്കും വികസനം ഒന്നും ഉണ്ടായില്ല. സാമ്പത്തിക ലാഭം, അതെ, സാമ്പത്തിക ലാഭം അവരുടെ സ്വന്തം മച്ചമ്പിയായിട്ടുള്ള ഊരാളുങ്കലിനാണ് ഉണ്ടായത്, അല്ലാതെ ഇവിടെ കേരളത്തിൽ ആർക്കും ഉണ്ടായില്ല. പിന്നെ പെൻഷൻ ഈ പറയുന്ന പോലെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെ അളിഞ്ഞു വാരി നാറി മുഖ്യമന്ത്രി ഇരിക്കുന്ന ദിവസം ഞാൻ നാറിയിട്ടില്ലടാ എന്ന് കാണിക്കാനായിട്ട് മാധ്യമങ്ങളുടെ മുമ്പേ വന്നിരുന്ന് ഇത്ര രൂപ കൂട്ടി എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തി. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഉപജാപ സംഘം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് എത്ര ഉപദേശകരുണ്ടെന്നറിയാവും? അദ്ദേഹത്തിൻ്റെ ഉപദേശകരെന്ന് പറയുന്നവരുടെ എണ്ണം നമുക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉപദേശകരുടെ എണ്ണം കാരണം ആ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ക്യാബിൻ കാരണം മുട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ ഉപദേശകർക്ക് എപ്പോഴാണ് ഉപദേശിക്കാൻ സമയം? ഉപദേശം കേൾക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടോ? ഏതായാലും ഉപദേശികൾ ഉപദേശിച്ച് അദ്ദേഹം ഈ രീതിയിൽ പടുകുഴിയിലായി. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്, നിങ്ങൾ വീടുകളിൽ ഇപ്പൊ സംസാരിച്ച നമ്മൾ കേട്ട ശബ്ദശകലത്തിൽ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് എതിർത്ത് സംസാരിക്കും. അപ്പൊ നിങ്ങൾ തിരിച്ചൊന്നും പറയരുത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പേടിയുണ്ട്, ഇവരുടെ സഖാക്കൾ ചട്ടമ്പികളാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിൽ ഇത് ഭരണത്തിൽ വരണം, എന്ത് വികസനമാണെന്ന്. ഒന്ന് ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാര്യം അവർക്ക് കൈവിലങ്ങ് വീഴും പല കാര്യങ്ങളിലും. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ഉൾപ്പെട്ട പല കേസുകളിൽ ED അന്വേഷണം നടക്കുമ്പോൾ അധികാരത്തിലില്ലാത്ത ആരായിരുന്നാലും വെറും 0 ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. വെറും രാഷ്ട്രീയക്കാരന് ഒരു വിലയില്ല. അപ്പൊ അതിന്റെ പേടി കൊണ്ടാണോ എന്നൊരു സംശയം സമൂഹത്തിന് ഉണ്ടാവുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഒന്നുകൂടെ നമുക്കിതിൽ പറഞ്ഞു വെക്കാം. എന്തെന്നറിയാവോ? ഈ മുഖ്യമന്ത്രി എന്ന മുഖത്തിന്റെ ആന്റി ഇൻകംപൻസി, അല്ലെങ്കിൽ അദ്ദേഹം എന്ന മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ്, CPM ഇതൊരു പ്രഡിക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ വിദ്യാർത്ഥികളാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. നമ്മളിത് വായിച്ചാലും കേട്ടാലും അറിവിലും നമ്മൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ മുഖത്തിനെ 140 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിൽ പോലും സിറ്റിംഗ് MLA മാർ 50% ചാൻസ് ഉള്ള MLA മാരുടെ പോലും ഇദ്ദേഹത്തെ സംസാരിക്കാനായി വിട്ടാൽ ആ MLA തേനും പാലും ഒഴുക്കിയിരുന്ന പോലും ജയിക്കത്തില്ല. ഇപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ഒരു CPM നേതാവുമായി, ഒരു CPM പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എനിക്കൊപ്പം പറഞ്ഞൊരു വാചകമുണ്ട്, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പറയുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ആ ഭരണവിരുദ്ധ വികാരം തന്നെയുണ്ട്, പിണറായി വിരുദ്ധ വികാരം പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ രണ്ടുമുണ്ട്. ഇപ്പോൾ 2 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തിരുത്തി പറയുകയാണ്, ക്യാപ്സ്യൂളുകൾ വന്നതുകൊണ്ടാകാം അത് ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല എന്ന്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്
ആളുകളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് മാത്രമാണ്. നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ BJP നേതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം കേരളം പിടിക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് BJP-യിൽ, മുതിർന്ന നേതാക്കളുണ്ട് BJP-യിൽ. അതേ ശ്രമമാണ് CPM നടത്തുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തുന്നത്. തുടർഭരണം ലഭിക്കുമെന്ന് പറയുമ്പോൾ ആ ആത്മവിശ്വാസത്തിൽ കുറച്ച് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസമാണത്. ഈ പറയുന്ന പോലെ അതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് ഒരു ആഴ്ചകൾക്ക് മുൻപ് എല്ലാ MLA-മാർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മണ്ഡലങ്ങളിൽ പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, അതും പോരാഞ്ഞിട്ട് 10 വർഷം മുൻപ് UDF ഭരണകാലത്ത് എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തിനൊക്കെയോ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട പാർട്ടി എന്ന നിലയിലേക്ക് CPM-നെ തള്ളിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും വിജയം എന്നുള്ളത് അവരുടെ ഡിക്ഷണറിയിൽ തൽക്കാലത്തേക്കില്ല. ഒരു നാണംകെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു അതാണ് പോയിന്റ്. ഈ പറഞ്ഞ നാണംകെട്ട തോൽവി ഉണ്ടാകരുത്, തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ തന്നെ BJP-യെയും കോൺഗ്രസിനെയും അത്ര കണ്ടങ്ങ് വെറുപ്പിക്കാനും കഴിയില്ല. അടുത്തിനി UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊങ്ങി വരരുതല്ലോ. അതിനുള്ള എല്ലാ ചട്ടക്കൂടുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം വിജയം കാണും എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്നറിയോ, BJP എന്ന് പറയുന്ന പാർട്ടി, നരേന്ദ്രമോദി, അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ബുദ്ധിശാലികളാണ്. അവരിത് ഇന്നലെ മുസ്ലിം സമുദായത്തിലെ ഒരു പ്രമുഖ നേതാവ് അവർ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുസ്ലിം സമുദായം പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ വളരെ സുരക്ഷിതരാണെന്ന്. ന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് 10 കൊല്ലം കൊണ്ട് BJP അടുപ്പിക്കും. അപ്പോൾ അതിനൊരു ചവിട്ടുപടി. അവർക്ക് ആകെ മനസ്സിൽ നിൽക്കുന്ന ഒറ്റ എയിം എന്നറിയോ, കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ ആ ഒരു ലക്ഷ്യത്തിന് ഇവരെ കരുവാക്കും. ഇവർക്ക് എന്താണ്, ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പൊ MA ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു കഴിഞ്ഞു എന്ന്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ ജനങ്ങൾ CPM-ൽ നിന്ന് എത്രയോ അകന്നു കഴിഞ്ഞു. അതാണ് ഇവർക്ക് വൈകി വരുന്ന വെളിപാടാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്, ഇവർക്ക് വൈകി വരാൻ പോകുന്ന അടുത്തൊരു വെളിപാടെന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികൾക്കായിട്ട് വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തെ ഇടതുപക്ഷത്തെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിർത്തുമെന്നുണ്ടെങ്കിൽ മേഘ എഴുതി വെച്ചോളൂ, അദ്ദേഹത്തിന്റെ മുഖം കാണുന്ന മാത്രയിൽ ഇന്നലെ വരെ അവരുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ MLA-മാർ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നുവെന്ന്, തേനും പാലും ഒഴുക്കി പാലവും റോഡും പണിതിരുന്നാൽ പോലും ഈ മുഖം കണ്ടാൽ ജനം വോട്ട് ചെയ്യില്ല. പാർട്ടിക്കാർ വരെ ഈ പറയുന്ന രീതിയിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും, എന്നാലും അരിവാളും ചുറ്റിക്കാൻ നക്ഷത്രത്തിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ നാട്ടിലെ അവരുടെ പാർട്ടിയിലെ സഖാക്കൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇത്തവണ ഇനി ഏത് പുതുപുത്തൻ സ്ഥാനാർത്ഥി നിർത്തിയാലും ഏത് ഗടാഗടീനെ നിർത്തിയിരുന്നാലും ഞങ്ങൾ ചെയ്യില്ല. അതെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെയാണ്. അവരെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പൂർണ്ണമായി പ്രചാരണ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. എന്നിട്ടും ഇടതുപക്ഷത്തിന് വിജയം എന്നുള്ളൊരു തലത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോയത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പ്രചാരണ പരിപാടികൾക്ക് മുന്നിൽ നിർത്തിയാലും പിന്നിൽ നിർത്തിയാലും ഈ പറഞ്ഞ വിജയത്തിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുക, പ്രചാരണ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനം മാത്രമായിരിക്കില്ല. കാരണം പാർട്ടിയിൽ പിണറായി സാറിനുള്ള വാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, പാർട്ടി സെക്രട്ടറിക്ക് മുകളിലാണ് പിണറായി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ മാറ്റി നിർത്തുക എന്നത് ഒരു സാധ്യതയല്ല, അപ്രാപ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സർവേകൾ നടത്തിയാലും എത്ര കണ്ട് PR വർക്കുകൾ നടത്തിയാലും നമ്മൾ കണ്ടു എത്രമാത്രം PR വർക്കുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നമുക്കറിയാം കേരളത്തിൽ അരാഷ്ട്രീയവാദികൾ വളരെ കൂടുതലാണ്. രാഷ്ട്രീയം എന്തെന്നറിയാത്ത മനുഷ്യർ, എന്തിന് വോട്ട് ചെയ്യുന്നു എന്നറിയാത്ത മനുഷ്യർ കൂടുതലാണ്. അവർ പോലും പറയുന്നുണ്ട് ഈ ഭരണം നമുക്ക് വേണ്ട എന്ന്. അപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയം അടുത്ത് നിന്ന് കാണുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന്, ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന നമ്മളെ എല്ലാവരെയും കൂട്ടി പറഞ്ഞാൽ പോലും തുടർ ഭരണം വേണ്ട എന്ന് തന്നെയായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത്. എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ എന്റെ കാരണവന്മാർ, മേഘയുടെ ആയിരിക്കില്ല, എന്റെ കാരണവന്മാര് ഒക്കെയുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും പെൻഷൻ കിട്ടുന്നുണ്ട്. ഈ പെൻഷൻ ഇവർക്ക് വോട്ടായി മാറും എന്നുള്ളൊരു അഹങ്കാരം ഇവർക്കുണ്ട്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? പെൻഷൻ കൊടുക്കുന്ന അത്രയും ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യും എന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? പട്ടിണിക്കിട്ടിട്ട് കഞ്ഞി കൊടുത്താൽ കുടിക്കുന്നവരാണോ മലയാളികൾ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടി വരും. നമുക്കറിയാം പെൻഷൻ മുടങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ സമയത്തെ പ്രചാരണ പരിപാടികളിലെല്ലാം ഇവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ കവലകളിലും പോയി, എല്ലാ വീടുകളിലും പോയി, ഞങ്ങൾ അടുത്ത മാസമാണ് നിങ്ങൾക്ക് പെൻഷൻ തരാൻ പോകുന്നത് എന്നുള്ള ഒരു 1-to-1 പ്രചാരണം നടന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ പോലും ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം
തന്നെ ഈ പറഞ്ഞ LDF കാൻഡിഡേറ്റ്സ് തോൽക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം ജനത്തിന് ഉത്തമ ബോധ്യമുണ്ട് ഈ പറയുന്നതെല്ലാം കള്ളമാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി കൊടുക്കുന്ന വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നുള്ള ബോധ്യം ഇവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി കൊടുക്കാത്തൊരു കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കൊടുക്കുമ്പോൾ മലയാളികളല്ലേ, അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ഉറപ്പായും മനസ്സിലാകും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞത് വോട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ആശാ വർക്കർമാരെ കൂടെ ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും കാണിച്ച ചെയ്ത് ജനം മറക്കും? ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ ബഡ്ജറ്റിൽ 1000 രൂപ കൂട്ടിയെന്ന് പറയുന്നത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നെറികേടെന്ന് വേണമെങ്കിൽ പറയാം. എത്ര നാളാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്? അന്ന് എനിക്ക് തോന്നുന്നു കലാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ എല്ലാവരും തന്നെ അവരെ കാണാൻ വന്നിരുന്നു, അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ തരാൻ കഴിയില്ല എന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ പോലും മാന്യമായി പറയുന്ന ഒരു രീതിയിലേക്ക് അവർ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ആശാ വർക്കർമാരെല്ലാം തന്നെ ഈ പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരായത്. എനിക്ക് അപ്പോഴൊരു സംശയം എന്നറിയോ, ഈ SUCA എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ സമരം ഏറ്റെടുത്തത് കൊണ്ടതിലുള്ള ഒരു ഈർഷ്യതയാണ്. ഇവർക്ക് ഈ SUCAയോട് ഇവർക്ക് പുച്ഛമായിരുന്നു. SUCAയിലും മിനിയൊക്കെ എനിക്ക് സൗഹൃദമുള്ള ആൾക്കാരാണ്. ഇവർക്ക് അത് ഏറ്റെടുത്ത കൊണ്ടാണോ ഈ കരീമിനെ പോലുള്ളവരൊക്കെ ഇതിനകത്ത് ഇടപെട്ട് അതിലൊരു രാഷ്ട്രീയം വ്യക്തമായിട്ടുണ്ടായിരുന്നു? ഇവർ പറയുന്നത് മിനിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും, നിങ്ങൾ നോക്കിക്കോന്ന്. SUCAയ്ക്ക് എന്താ കുറവ്? ഇവർ ബംഗാളിലെ SUCAയോടൊപ്പം മുന്നണി പങ്കിട്ടവരാണ്. അത് ഇതുമായി വിഷയമുള്ളതല്ല. എങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ചില ധാരണകൾ, ചില മുൻധാരണകൾ, തങ്ങൾ ഇങ്ങനെയൊക്കെ പോവുള്ളൂ, തങ്ങളുടെ ധാരണകൾ ഇങ്ങനെയാണ്. എടുക്കുന്ന നിലപാടുകളിലെല്ലാം ധാർഷ്ട്യമുണ്ടല്ലോ. അതിപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യമായിക്കോട്ടെ, ഈ പറഞ്ഞ PSC നിയമനമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു ധാർഷ്ട്യമുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാണുന്നത്. അതെ, പെൺകുട്ടികളും ആൺകുട്ടികളും, എനിക്ക് തോന്നുന്നു പുരുഷന്മാർ ചെയ്ത സമരം 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ പെൺകുട്ടികളുടെ സമരം വരുന്നത്. ഈ പറഞ്ഞ എല്ലാ കാലങ്ങളിലും അവരോട് കാണിച്ച ധാർഷ്ട്യമുണ്ട്. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവരോട് മാന്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ചെയ്തിട്ടില്ല. ചെയ്യാൻ കഴിയുന്നതേ ഞങ്ങൾ പറയുള്ളൂ, ചെയ്യാൻ കഴിയുന്നതേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ടാഗ് ഉണ്ടല്ലോ, അവർക്ക് ടാഗ് ലൈൻ ഉണ്ടല്ലോ. അതെ, അവിടെയാണ് ഇടതുപക്ഷം തോൽക്കാൻ പോകുന്നത്.